ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അതിനുവേണ്ടി കുക്കറിൽ 2 ഉരുളൻകിഴങ്ങിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകി അതിൽ ഉപ്പും ഇട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് മുളക് പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ട് വിരവി അത് ഫ്രഷ് റൂമിലോട്ട് വെച്ചേക്കാം. 10 മിനിറ്റോളം വെച്ചേക്കാം. 10 മിനിറ്റോളം ഫ്രഷ് റൂമിൽ വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് പൊരിച്ച് അത് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തക്കാളി, സവാള, പിന്നെ പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. കരിവേപ്പില നമ്മളെടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മളത് ഇഞ്ചിയുടെ കൂടെയൊക്കെ അരച്ച് ചേർത്താൽ അത് നല്ലതാണ്. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വാടി വന്നതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് വാടി വരട്ടെ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും കരിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ അരച്ച് വെച്ചതാണ്. അതിട്ട് കൊടുത്ത് പിന്നെ അത് നല്ലപോലെ വാടി വന്നതിന് ശേഷം കുറച്ച് നേരം അത് കിടന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇനി അത് നല്ലതുപോലെ വാടി വന്നതിന് ശേഷം 5 ബ്രെഡ് പൊടിച്ച് എടുക്കാം. ബ്രെഡ് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പൊടിച്ചെടുക്കട്ടെ. വാടി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. നല്ലോണം അത് ചേർത്തതിന് ശേഷം നല്ലപോലെ വാടി വരട്ടെ. ഒന്നും കൂടെ നല്ലതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും എല്ലാം കൂടെ അതിൽ കിടന്ന് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഫ്ലെയിം നമുക്ക് കുറച്ച് ഇതിലിടാം. എന്നിട്ട് ചിക്കൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത് അതും കൂടെ ഇതിൽ നല്ലതുപോലെ ചേർക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 മുട്ട എടുക്കാം. 2 മുട്ട ചേർത്ത് 2 മുട്ടയുടെ കൂടെ കുറച്ച് അരിപ്പൊടി, കുറച്ച് ഉപ്പും. അരിപ്പൊടി ഇടുന്നത് ഈ മുട്ടയുടെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇടുന്നത്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വെള്ളം മതി. അത് റെഡിയായി വരുന്ന ഇതിൻ്റെ ഈ മുട്ടയുടെ ഇത് റെഡിയായി വരുന്നത് വരെ ഇച്ചിരി വെള്ളത്തിൽ ആവുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോവും. അരിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷെ ഞാൻ
ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇനി 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചായിരുന്നല്ലോ, അപ്പോൾ അത് എടുത്ത് ഡിസ്ക് വെച്ച് നമുക്ക് നല്ലതുപോലെ ഉടച്ച് യോജിപ്പിക്കണം. എന്നിട്ട് അതിൽ ചേർക്കാനുള്ളതാണ് കട്ട്ലേറ്റിന് ആവശ്യമായ സാധനം. 2 ഉരുളൻകിഴങ്ങ്, വലിയ 2 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ബാക്കി നല്ലതുപോലെ ചേർക്കണം. പിന്നെ ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ഇത് നമുക്ക് ഉരുളയാക്കി, ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലുതായിട്ട് മക്കൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. എൻ്റെ ദത്തൻ അവിടെ നിന്ന് അതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. വന്ന് നിന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് നിൽക്കുകയാണത്. ഇനി ചട്ടി വെച്ച് കൊടുക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ട് ഇനി മുട്ടയിൽ കട്ട്ലേറ്റിൻ്റെ കൂട്ട് വെച്ച് നമുക്ക് ബ്രെഡ് പൊടിയിൽ നമുക്ക് വടയുടെ രൂപത്തിൽ നമുക്ക് ഇതാക്കിയെടുക്കാം. എടുത്തിട്ട് എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. ഇനി അത് എണ്ണ വീത്തിയിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അത് കാണിച്ചില്ല. അതിനിടയിൽ വേറെ എന്തോ പണി വന്ന്, അതാണ് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ വേറെ ജോലി ഉണ്ട്. കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ജോലിക്ക് പോയി. അതാണ് എണ്ണ വീത്തുന്നതൊന്നും കാണിക്കാൻ പറ്റാത്തത്. ഇനി ഇടുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് ഇടാം. അപ്പോൾ കട്ട്ലേറ്റ് ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ കട്ട്ലേറ്റ് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം.